മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്നലെ രാവിലെ ധന്യമായ ഒരനുഭവം എനിക്ക് ലഭിച്ചുകൊണ്ട് ഓൾ ഇന്ത്യ കോൺഫറൻസ് ടാക്സ് കൺസൾട്ടൻസ് ടാക്സ് പ്രാക്ടീഷണേഴ്സ് ഓൾ ഇന്ത്യ കോൺഫറൻസിൽ രാവിലെ 1 മണിക്കൂർ ഒരു പ്രഭാഷണം നടത്താനുള്ള ഭാഗ്യമുണ്ടായി. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന അഡ്വക്കേറ്റുമാരും എക്കണോമിക്കൽ ഫിനാൻഷ്യൽ കാര്യങ്ങളിലെ പ്രാക്ടീഷണേഴ്സും ചാർട്ടേഡ് അക്കൗണ്ടൻസും അങ്ങനെയുള്ളവരെല്ലാവരും കൂടി ചേർന്ന് അതിഗംഭീരമായിട്ടുള്ള ഒരു സമ്മേളനമായിരുന്നു അത്. ആ സമ്മേളനത്തിൽ എനിക്ക് തന്നിരിക്കുന്ന വിഷയം സ്പിരിച്വാലിറ്റി എന്നുള്ളതാണ്. ആ സ്പിരിച്വാലിറ്റി എന്ന വിഷയത്തിൽ നമ്മളുടെ മനസ്സിനെ ധന്യമാക്കാൻ എങ്ങനെയാണ് സ്പിരിച്വാലിറ്റി പ്രവർത്തിക്കുന്നത് എന്ന്, ശരീരത്തിനെ ധന്യമാക്കാൻ നമ്മൾ ഭക്ഷണം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ആ ഭക്ഷണം നമ്മൾ വായിലൂടെ കഴിച്ച് അത് ദഹിച്ച് നമ്മളുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്ത് ശരീരത്തെ നിരന്തരം പ്രവർത്തിക്കാൻ ഊർജ്ജസ്വലമാക്കുന്നത് എങ്ങനെയാണോ, അതേപോലെ മനസ്സിനെ ചൈതന്യവത്താക്കുന്ന, മനസ്സിന് പോഷകാംശങ്ങൾ നൽകുന്ന, മനസ്സിനെ നിരന്തരം ശുദ്ധീകരിക്കുന്ന, മനസ്സിനെ ഊർജ്ജസ്വലമാക്കുന്ന ധന്യമായിട്ടുള്ള കാര്യങ്ങൾ ചെവിയിലൂടെ കേട്ട്, കണ്ണിലൂടെ കണ്ട്, അതുപോലെ നാക്കിലൂടെ ചർച്ച ചെയ്ത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലൂടെ ചിന്തിച്ച് അതിലെ നന്മകൾ എടുത്ത് നമ്മുടെ ജീവിതത്തിൽ പകർത്തണമെന്ന് ഉദാഹരണ സഹിതം പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ഓൾ ഇന്ത്യ ഡെലിഗേറ്റ്സിന് വിവരിച്ചു കൊടുത്ത് നമ്മൾ ഈ ലോകത്തിൽ സ്ഥിരമല്ല എന്ന് ഓർമ്മിക്കണമെന്ന് അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നിടത്തോളം കാലം എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എത്ര കാലം ജീവിക്കുന്നു എന്നുള്ളതിനേക്കാളും പ്രാധാന്യമേറിയത് ജീവിക്കുന്നിടത്തോളം കാലം പ്രയോജനപ്രദമായൊരു ജീവിതം, ലക്ഷ്യബോധമുള്ളൊരു ജീവിതം, ഫലപ്രദമായൊരു ജീവിതം, അർത്ഥവത്തായിട്ടുള്ളൊരു ജീവിതമാണ് നയിക്കേണ്ടതെന്ന് കൂടി അവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, അതേപോലെ ഇന്നലെ ചെയ്തത് ഇന്നത്തെ ദുഃഖത്തിന് കാരണമാകാത്ത വിധത്തില്, ഇന്ന് ചെയ്യുന്നത് നാളത്തെ ദുഃഖത്തിന് കാരണമാകാത്ത വിധത്തില്, ഇന്നലെ പറഞ്ഞതും ഇന്ന് പറഞ്ഞതും നാളത്തെ ദുഃഖത്തിന് കാരണമാകാത്ത വിധത്തിൽ ജീവിക്കണം. ഇന്നലെ ചെയ്യേണ്ടിയിരുന്നത് ചെയ്യാത്തതും പറയേണ്ടിയിരുന്നത് പറയാത്തതും, ഇന്നത്തെയും ഇന്ന് ചെയ്യേണ്ടിയിരുന്നത് ചെയ്യാത്തതും പറയേണ്ടിയിരുന്നത് പറയാത്തതും നാളത്തെ ദുഃഖത്തിന് കാരണമാകാത്ത വിധത്തിൽ ജീവിക്കണമെന്നും, എന്തെല്ലാമാണോ നമ്മൾ കേൾക്കുന്നത് അതിൽ നിന്ന് സാരവത്തായത് എടുക്കണം, എന്തെല്ലാമാണോ കാണുന്നത് അതിൽ നിന്ന് ധന്യമായിട്ടുള്ളത് എടുക്കണം, ആരോടെല്ലാമാണോ നമ്മൾ ചർച്ച ചെയ്യുന്നത് ആ ചർച്ച ചെയ്യുന്നതിലും കേൾക്കുന്നതിലും കാണുന്നതിൽ നിന്നും പ്രകൃതി നമുക്ക് തരുന്ന അനവധി പാഠങ്ങളുണ്ട്. ആ പാഠങ്ങൾ ഒന്നൊന്നായിട്ട് അകത്തേക്കെടുക്കണം. ഒരു സംഗീതം ആസ്വദിക്കണമെങ്കിൽ സംഗീതത്തിൻ്റെ ശബ്ദതരംഗങ്ങൾ ചെവിയിലൂടെ അകത്തേക്ക് പോകണം. ഒരു ദൃശ്യം ആസ്വദിക്കണമെങ്കിൽ ആ ദൃശ്യത്തിൽ നിന്ന് വരുന്ന പ്രകാശരശ്മികൾ കണ്ണിലൂടെ അകത്തേക്ക് പോകണം. ഒരു സുഗന്ധം ആസ്വദിക്കണമെങ്കിൽ ആ സുഗന്ധമുള്ള പുഷ്പത്തിൻ്റെ മോളിക്യൂളുകൾ, തന്മാത്രകൾ മൂക്കിലൂടെ അകത്തേക്ക് പോകണം. ഒരു വസ്തുവിൻ്റെ സ്വാദ് അനുഭവിക്കണമെങ്കിൽ ആ സ്വാദുള്ള വസ്തു 14 സെന്റിമീറ്റർ നീളമുള്ള നാക്കിലൂടെ അകത്തേക്ക് പോകണം. ഒരു അന്തരീക്ഷത്തിലെ കുളിർമ അനുഭവിക്കണമെങ്കിൽ ആ കുളിർമയുള്ള വായു നമ്മുടെ ശരീരത്തിൽ തട്ടി ആ ശരീരത്തിലെ ത്വക്കിൽ നിന്ന് ഇമ്പൾസ് അകത്തേക്ക് പോകണം. ഇപ്പൊ ചെവിയിലൂടെ, കണ്ണിലൂടെ, മൂക്കിലൂടെ, നാക്കിലൂടെ, ത്വക്കിലൂടെ, പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ അകത്തേക്ക് പോകുന്നത് എന്താണോ അത് നമുക്ക് സന്തോഷം മനസ്സിനും സുഖം ശരീരത്തിനും തരുന്നത്. സന്തോഷം മനസ്സിനും സുഖം ശരീരത്തിനും തരുന്നത് അകത്തു നിന്ന് പുറത്തേക്കുള്ള റെസ്പോൺസാണ്. സന്തോഷം പുറത്തു നിന്ന് അകത്തേക്ക് പോവില്ല,
സമാധാനം പുറത്തു നിന്ന് അകത്തേക്ക് പോവില്ല. സ്നേഹവും ബഹുമാനവും ആദരവും കടമയും കടപ്പാടും കരുണയും ദയയും പുറത്തു നിന്നകത്തേക്ക് വരേണ്ട നന്മ നിറഞ്ഞ വികാരങ്ങളാണ്. അകത്തു നിന്ന് പുറത്തേക്ക് വരുന്ന തിന്മ നിറഞ്ഞ വികാരങ്ങളാണ് വാശിയും പകയും വിദ്വേഷവും അസൂയയും അഹങ്കാരവും കുശുമ്പുമെല്ലാം. ആ തിന്മ നിറഞ്ഞ വികാരങ്ങൾ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഇല്ലാതെയാക്കാൻ നമുക്ക് സാധിച്ചു എന്ന് വരില്ല. അതിൻ്റെ അളവ് കുറച്ച് നന്മയുടെ അളവ് പരമാവധി കൂട്ടി ധന്യമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്കുള്ള പ്രയാണമാണ് 10,000 വർഷത്തെ പാരമ്പര്യമുള്ള പരമപവിത്രമായ ഭാരതത്തിൻ്റെ ധന്യമായ സന്ദേശം. അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോർമ അമൃതം ഗമയ എന്ന് ഞാൻ അവിടെ വിവരിച്ചു. മനസ്സിനെ ഉദ്ധരിക്കുക. ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞതുപോലെ മനസ്സിനെ ഉദ്ധരിക്കുക തിന്മയിൽ നിന്ന് നന്മയിലേക്ക്, ശരീരത്തെ ഉദ്ധരിക്കുക അനാരോഗ്യത്തിൽ നിന്ന് ആരോഗ്യത്തിലേക്ക്, ഛിദ്രമാകുന്ന കുടുംബ ബന്ധത്തെ ഭദ്രമാക്കാൻ ഉദ്ധരിക്കുക തിന്മയിൽ നിന്ന് നന്മയിലേക്ക്. നമ്മുടെ സംസ്കാരത്തിലുള്ള തിന്മകൾ അത് കുറച്ച് അതിലെ നന്മയിലേക്ക് ഉയർത്തുക തിന്മയിൽ നിന്ന് നന്മയിലേക്ക്. നമ്മുടെ സമൂഹത്തിലെ അനൈക്യമില്ലാതെയാക്കി വസ്തുതകൾ ലോകത്തിന്റെ മുമ്പിൽ പറഞ്ഞുകൊടുത്ത് സമൂഹത്തെ ഉദ്ധരിക്കുക. രാഷ്ട്രത്തില് ഛിന്ന ഭിന്നമാകുന്ന ശക്തികൾ, ആ ശക്തികളുടെ ശക്തി കുറച്ച് ധന്യമായ ഉദ്ഗ്രഥനത്തിന് നേതൃത്വം നൽകുന്നവരിൽ ഒരാളായി തീരുക. നമുക്കൊരു പക്ഷേ ഇടുക്കിയിലെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ജനറേറ്ററിന്റെ അത്രയും കപ്പാസിറ്റി ഉണ്ടായി എന്ന് വരില്ല. ആ ജനറേറ്ററിൽ നിന്ന് നേരെ ഇലക്ട്രിസിറ്റി വരുന്ന സബ്സ്റ്റേഷൻ വളരെ വലിയ സംവിധാനമാണ്. അത്രയും വലിപ്പത്തിലുള്ള ഇലക്ട്രിസിറ്റി ഡിസിപ്പേഷൻ ആയിട്ടുള്ള സംവിധാനം നമ്മൾ എന്ന വ്യക്തിക്ക് ചിലപ്പോൾ സാധിക്കില്ല. സബ്സ്റ്റേഷനിൽ നിന്ന് ഇലക്ട്രിസിറ്റി വരുന്നത് ട്രാൻസ്ഫോമറിലേക്കാണ്. ഒരു പക്ഷേ ട്രാൻസ്ഫോമർ ആകാനും നമുക്ക് സാധിക്കുമെന്ന് വരില്ല. പക്ഷെ ട്രാൻസ്ഫോമറിൽ നിന്ന് കറണ്ട് വരുന്നത് ഇലക്ട്രിക് പോസ്റ്റിലൂടെ ഓരോ വീട്ടിലേക്കും വയറുകൾ വഴിക്കും. ആ ഇലക്ട്രിക് പോസ്റ്റിലുള്ള ബൾബ് വഴിക്ക് അതിൻ്റെ ചുവട്ടിൽ വരുന്നവർക്ക് പ്രകാശവും എല്ലാം ആകുന്ന ആ ഒരു ഉപമ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ട്രാൻസ്ഫോമർ ആവാൻ സാധിച്ചില്ലെങ്കിലും നമുക്ക് വൈദ്യുതി കൊണ്ടുപോകുന്ന വയറാവാൻ ചിലപ്പോൾ സാധിച്ചു എന്ന് വരും. അറിവ് ഒരു വശത്തുണ്ട്. ആ അറിവ് പ്രകാശമാക്കി ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു കോർഡിനേറ്ററോ പ്രവർത്തകനോ ആവാൻ നമുക്ക് സാധിച്ചു എന്ന് വരും. അതല്ലെങ്കിൽ അപ്രകാരം വൈദ്യുതി വീട് വീടാന്തരം എത്തിക്കുന്ന വയറുകളെ താങ്ങി നിർത്തുന്ന ഇലക്ട്രിക് പോസ്റ്റ് ആവാൻ ചിലപ്പോൾ നമുക്ക് സാധിച്ചു എന്ന് വരും. അതും സാധിച്ചില്ലെങ്കിൽ ഇലക്ട്രിക് പോസ്റ്റിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബൾബ് ആവാൻ നമുക്ക് സാധിച്ചു എന്ന് വരും. അതിൻ്റെ ചുവട്ടിൽ വരുന്നവർക്ക് പ്രകാശം കൊടുക്കാൻ ആ ബൾബിനെ പിടിച്ചു നിർത്തുന്ന ഹോൾഡർ ആവാൻ സാധിച്ചു എന്ന് വരും. അതേപോലെ ഏത് ലെവലിലാണോ നമുക്ക് സാധിക്കുന്നത് അങ്ങോട്ട് ചെന്ന് മനുഷ്യന്റെ ദുഃഖത്തെ ഇല്ലാതെയാക്കാൻ സാധിച്ചില്ലെങ്കിലും ഇങ്ങോട്ട് വരുന്ന മനുഷ്യരുടെ ദുഃഖം ഒരുപക്ഷേ ഇല്ലാതെയാക്കാൻ സാധിക്കും. ഇതാണ് ആത്മീയത. നമ്മൾ സ്വീകരിക്കുമ്പോൾ മാത്രമല്ല നമുക്ക് സന്തോഷം കിട്ടുക, കൊടുക്കുമ്പോഴും സന്തോഷം കിട്ടും. ആ സന്തോഷം ടാക്സ് കൺസൾട്ടൻസും അഡ്വക്കേറ്റ്സും പ്രാക്ടീഷണേഴ്സും എല്ലാമായ നിങ്ങൾക്ക് സാധിക്കണം. ജീവിതം വളരെ കുറച്ചു കാലമേ ഇവിടെ ഉള്ളൂ. ജീവിക്കുന്നിടത്തോളം കാലം ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി ജീവിക്കാൻ സാധിക്കുമ്പോഴാണ് ആ ജീവിതം ധന്യമാവുന്നത്. എന്നും വികാരത്തോടുകൂടിയോ വിചാരത്തോടുകൂടിയോ ജീവിക്കുന്നത് ഏതുവഴിയാണെങ്കിലും ശരി, നമ്മളുടെ മനസ്സ് നമ്മളുടെ ജീവിതത്തെ ധന്യമാക്കുന്ന വിധത്തിൽ സംതൃപ്തമായിട്ടുള്ള ജീവിതമാണ് നമുക്കുള്ളതെന്ന് മനസ്സിലാക്കണം. പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കരയേണ്ടി വരാത്ത വിധത്തിൽ ജീവിക്കണം. പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ദുഃഖിക്കേണ്ടി വരാത്ത വിധത്തിൽ ജീവിക്കണം. അതായിരിക്കണം ജീവിതം. ഏത് കാര്യം ചെയ്യുമ്പോഴും തിങ്ക് അബൌട്ട് ദാറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം. അതിനെക്കുറിച്ച് ചിന്തിക്കുക, തിങ്കിങ്. എന്നിട്ട് ആ പ്രവൃത്തി സ്റ്റാർട്ട് ചെയ്യുക, സ്റ്റാർട്ടിങ്. എന്നിട്ട് ആ പ്രവൃത്തി പൂർണ്ണമായിട്ടും ചെയ്യുക, ഡൂയിങ്. എന്നിട്ട് ആ പ്രവൃത്തി അവസാനിപ്പിക്കുക, കംപ്ലീറ്റിംഗ്. എന്നിട്ട് ആ പ്രവൃത്തിയെക്കുറിച്ച് ഇവാലുവേറ്റ് ചെയ്യുക, ഇവാലുവേറ്റിംഗ്. ഇപ്പൊ തിങ്കിങ്, സ്റ്റാർട്ടിങ്, ഡൂയിങ്, എൻഡിങ്, ഇവാലുവേറ്റിംഗ്. 5 വാക്കുകൾ മനസ്സിലുണ്ടാവണം. 5 വാക്കുകളിലൂടെ കടന്നു പോകുമ്പോഴും അതിനാധാരമായ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും
പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ദുഃഖം ഉണ്ടാകാത്ത വിധത്തിൽ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞ് ടാക്സ് പ്രാക്ടീഷണേഴ്സിന് ഒരു ക്ലാസ് കൊടുത്ത് ഇറങ്ങിയപ്പോൾ വളരെ വളരെ സന്തോഷം തോന്നി. ഇൻസർട്ടഡ് ആയിട്ടുള്ള ഷർട്ടും പാൻറ്റും തറക്കേടില്ലാത്ത ഷൂസിൻ്റെ രീതിയിലുള്ള ചപ്പലും ഒക്കെ ഇട്ടുകൊണ്ട് ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോൾ ആൾ ഇന്ത്യ ടാക്സ് പ്രാക്ടീഷണേഴ്സ് ആൻഡ് കൺസൾട്ടൻസിൻ്റെ ചെയർമാൻ വന്ന് സ്റ്റേജിൽ വന്ന് പറയുകയുണ്ടായിരുന്നു, എല്ലാ വർഷവും 1-2 ദിവസത്തെ ഇപ്രകാരമുള്ള സെമിനാറിൽ ഒരു സ്പിരിച്വൽ ടോക്ക് പതിവുണ്ട്. മിക്കവാറും സ്പിരിച്വാലിറ്റിയെക്കുറിച്ച് പറയുന്നത് ഒരു ജടയും താടിയും രുദ്രാക്ഷവും ഭസ്മവും കുങ്കുമവും എല്ലാം തൊട്ട് ഒരു സന്യാസിയാണ് വരാറുള്ളത്. ഇന്ന് തികച്ചും വ്യത്യസ്തമായ വേഷത്തിൽ തിയറട്ടിക്കൽ സ്പിരിച്വാലിറ്റിയും അപ്ലൈഡ് സ്പിരിച്വാലിറ്റിയും വളരെ വ്യക്തമായി പറഞ്ഞു തന്ന ഈ ഒരു അപ്രോച്ച് ഭാരതത്തിൽ എല്ലാവരും സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര ധന്യമായിട്ട് ഓരോ കർമ്മങ്ങളും മുമ്പോട്ട് പോകുമായിരുന്നു എന്ന് ഹൃദയം തുറന്ന് ധന്യമായിട്ട് അദ്ദേഹം വോട്ട് ഓഫ് താങ്ക്സും പറഞ്ഞു. ഓരോരുത്തരും വന്ന് ആ കൊടുത്ത ഭാരതീയ സന്ദേശം 2 കൈയും നീട്ടി സ്വീകരിച്ച എല്ലാ മതത്തിലുള്ളവരുമുണ്ട്, എല്ലാ വിഭാഗത്തിലുമുള്ളവരുമുണ്ട്, എല്ലാ രാഷ്ട്രീയ ചിന്താധാരകളുമുള്ളവരുണ്ട്. ആ എല്ലാവർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ എൻ്റെ ക്ലാസ് കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോൾ ഒരു അസാധാരണമായ ആത്മസംതൃപ്തിയാണ് എനിക്ക് ലഭിച്ചത്. അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ കാരണം അവിടെ പറഞ്ഞത് എന്താണെന്ന് സാറ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യണം എന്ന് ധാരാളം പേര് പറയാറുണ്ട്. അപ്പൊ അവിടെ അവർ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ റെക്കോർഡ് ചെയ്തവരുടെ അടുത്ത് CD ചോദിക്കുമ്പോഴത്തേക്കും അവർ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എഡിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ റിഫൈൻ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. 99% പേരും നമുക്ക് അങ്ങനെ CD തന്നൊന്നും വരില്ല. അപ്പൊ അത് അപ്ലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ തോന്നി എവിടെയെങ്കിലൊക്കെ പ്രഭാഷണം നടത്തുമ്പോൾ അവിടെ നടത്തിയ ആ പ്രഭാഷണത്തിന്റെ അബ്സ്ട്രാക്റ്റ് സംക്ഷിപ്തം ഇതേപോലെ നിങ്ങൾക്ക് തരികയാണെങ്കിൽ ഒരേ വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിലപ്പോൾ ഈ യൂട്യൂബ് പ്രഭാഷണം നടത്തുന്നതിന് പകരം പല സ്ഥലത്തും അവർക്ക് അനുയോജ്യമായ രീതിയിൽ അഡീഷനും ഡിലീഷനും മോഡിഫിക്കേഷനും വരുത്തിയിട്ട് കൊടുക്കുമ്പോഴത്തേക്കും അത് അഡാപ്റ്റബിളുമായിട്ട് കേൾക്കുന്നവർക്ക് അത് പ്രയോജനപ്പെടുമെങ്കിൽ ധന്യമാകുമല്ലോ എന്ന് കരുതിയാണ് യഥാർത്ഥത്തിൽ ഒരു പ്രഭാഷണത്തിന്റെ സംക്ഷിപ്തം എന്ന രീതിയിൽ നിങ്ങളോട് പറയുന്നത്. പ്രണാമം, നമസ്കാരം.